സ്റ്റേഡിയം നവീകരണം ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നല്ലോ. അതായത് സ്റ്റേഡിയത്തിന് മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ആണെങ്കിൽ ഈ സ്റ്റേഡിയം നവീകരണം പല ഇളവുകൾ നൽകിയിട്ടായിരുന്നു എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. അതായത് നികുതി, വാടക, ഈ ഇനത്തിലൊന്നും പണം സ്വീകരിക്കാതെ ഏകദേശം 5 കോടിയുടെ ഇളവ് അനുവദിച്ചുകൊണ്ടാണ് സ്റ്റേഡിയം തുറന്നിട്ട് കൊടുത്തത്. നിങ്ങളിത് പുനർനിർമ്മിച്ചോളൂ, എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന് പറഞ്ഞ് തുറന്നിട്ടത്. ആ പുനർനിർമ്മാണം കഴിഞ്ഞ് ദിവസങ്ങൾ കഴിയുമ്പോൾ പെയ്ത മഴയിൽ ആ സ്റ്റേഡിയം ചോർന്നൊലിച്ച് നമ്മൾ കണ്ടതാണ്. അല്ലെങ്കിൽ തന്നെ മെസ്സിയെ പോലൊരു ലോക താരം, ഇതിഹാസ താരം വരുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന കപ്പാസിറ്റി ഒന്നും നിലവിൽ കൊച്ചി സ്റ്റേഡിയത്തിനില്ലെന്ന് നേരിട്ട് ബോധ്യമുള്ള ആളാണ് ഞാൻ. അതാണ് ഞാൻ ഇന്നലെയും പറഞ്ഞത്. ഒരു ഗോൾ അടിച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോൾ അടിച്ചാൽ ആ ഗോൾ അടിക്കുന്ന സമയത്ത് ഗാലറിയിലേക്കൊന്ന് ക്യാമറ സൂം ചെയ്ത് വെക്കാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് കുലുക്കമാണ്. അങ്ങനെ സുരക്ഷിതമല്ലാത്തൊരു സ്റ്റേഡിയത്തിലേക്ക് മെസ്സിയെ കൊണ്ടുവരാനുള്ള തീരുമാനം തന്നെ അപ്പാടെ പാളിയതാണ്. അതുകൊണ്ട് ഈ ഇളവുകളൊക്കെ അനുവദിക്കപ്പെട്ട സംഭവത്തിൽ എങ്ങനെയാണ് ഈ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഈ വിഷയത്തെ ഇനി നേരിടാൻ പോകുന്നത്? അവർ അപ്പാടെ പ്രതിരോധത്തിലാണോ? കൃഷ്ണരാജ്, അശ്വതി, അങ്ങനെ തന്നെയാണ്. കാരണം മാസങ്ങളോളം പല നികുതി ഇളവുകളും ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ഈ സ്പോൺസർമാരായ, അതായത് സ്റ്റേഡിയം നവീകരണം ഏറ്റെടുത്ത സ്പോൺസർമാരായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് പല ഇളവുകൾ നൽകിയാണ് GCDA ഈ സ്റ്റേഡിയം നവീകരണത്തിനായി അവരുടെ കയ്യിലേക്ക് ഏൽപ്പിച്ച് നൽകിയത്. അന്ന് പല സ്ഥലങ്ങളിലും, അതായത് ഈ നവീകരണത്തിൻ്റെ പേരിൽ ഇവിടുത്തെ കടക്കാരെ അടക്കം മാറ്റുകയും പിന്നീട് മാസങ്ങളോളം നവീകരണം എന്ന് പറഞ്ഞ് ഇവിടെയൊക്കെ ഒഴിപ്പിച്ചുകൊണ്ടുള്ള, അതായത് ഈ വഴിയുള്ള ഒരു ഗതാഗതം പോലും തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നവീകരണ പ്രവർത്തനമായിരുന്നു അന്ന് നടത്തിയതെന്ന് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ അതിനുശേഷം മാസങ്ങളോളം ഈ സ്റ്റേഡിയം അടച്ചിട്ട് നവീകരണം നടത്തി 70 കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് നടത്തിയതെന്നാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ MD ആൻഡോ അഗസ്റ്റിൻ അവകാശപ്പെടുന്നത്. പക്ഷേ യാതൊന്നും തന്നെ ഈ സ്റ്റേഡിയത്തിൽ കാണാനില്ല. അതിനുശേഷം ഈ നവീകരണം നടത്തി പെട്ടെന്ന് തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും ആ സമയത്ത് പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ നവീകരണത്തിൽ അപാകതയുണ്ട് എന്ന് പറഞ്ഞ് പല കോണുകളിൽ നിന്നും പ്രതിഷേധങ്ങൾ വരുന്നു. പെട്ടെന്ന് തന്നെ, അതായത് നവീകരണം പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ ഈ സ്റ്റേഡിയം ആ സമയത്ത് ഇവിടെ ഒരു മത്സരം ഉണ്ടായിരുന്നു. ആ മത്സരത്തിൽ, അതായത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ, ആ മത്സരത്തിനിടെ നമ്മളിപ്പോൾ കാണുന്ന ഭാഗത്തു കൂടിയൊക്കെ തന്നെ വെള്ളം വലിയ രീതിയിൽ കുത്തി ഒലിച്ച്, ഏതാണ്ട് ഷവർ പോലെ വെള്ളം ചോർന്നൊലിച്ചത് നമ്മൾ ഈ സമൂഹ മാധ്യമങ്ങളിലടക്കം കണ്ടതാണ്. 70 കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയെന്നായിരുന്നു ആൻഡോ അഗസ്റ്റിൻ അവകാശപ്പെട്ടത്. പക്ഷേ ഒന്നും തന്നെ നടത്തിയതായി ഇവിടെ ഒന്നും കാണാനില്ലായിരുന്നു. കാരണം പഴയ കസേരകളൊക്കെ പെയിൻ്റ് അടിക്കുകയും ഒപ്പം ഈ ഗേറ്റുകൾക്കൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കുകയും ഒക്കെ മാത്രമാണ് ചെയ്തത്. എന്തായാലും അന്ന് ഈ അന്വേഷണം നടത്തി ആ സമയത്ത് പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഫിഫയുടെ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ, അതായത് ഈ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കലൂർ ജവഹർലാൽ നെഹ്റു ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഫിഫ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ ആ നവീകരണ പ്രവർത്തനത്തിൽ പാലിക്കാനായില്ല എന്ന് വ്യക്തമായിരുന്നു. അങ്ങനെ ഫിഫ മാനദണ്ഡങ്ങൾ പാലിക്കാതെ തന്നെ നവീകരണം പൂർത്തിയായപ്പോൾ തന്നെ ഈ സ്റ്റേഡിയം പലയിടങ്ങളിലും, സാധാരണ ഇത് പലയിടങ്ങളിലും ചോർന്നൊലിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവർ പറയുന്ന 70 കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷവും ഇതിന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. നമുക്കിത് കാണാം. ഈ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളൊരു സ്റ്റേഡിയം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. മെസ്സിയെ പോലുള്ള ഒരു താരം വരുമ്പോൾ പാലിക്കേണ്ട യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും ചെയ്യാതെ എന്തിൻ്റെയൊക്കെയോ പേരിൽ ഇവിടെ കുറച്ച് പെയിൻ്റൊക്കെ അടിച്ച്, പിന്നെ കസേരകളൊക്കെ പെയിൻ്റ് അടിച്ച്, ഇവിടുത്തെ മരങ്ങൾ വെട്ടി മുറിച്ച് ആർക്കും ഇങ്ങോട്ട് കയറാൻ പറ്റാത്ത രീതിയിൽ ഗതാഗതമൊക്കെ തടസ്സപ്പെടുത്തി ഇവിടുത്തെ കടക്കാരെയൊക്കെ ഒഴിപ്പിച്ചുകൊണ്ടുള്ള ഒരു നവീകരണ പ്രവർത്തനം മാത്രമാണ് ഈ സ്പോൺസർ ആൻഡോ അഗസ്റ്റിൻ നടത്തിയത്. എന്തായാലും 30,000 പേർക്ക് ഇരിക്കാവുന്ന, അല്ലെങ്കിൽ കളി കാണാൻ കയറാവുന്ന സ്റ്റേഡിയത്തിൽ 50,000 ടിക്കറ്റുകൾ വിൽക്കാനായിരുന്നു ആൻഡോ അഗസ്റ്റിൻ പദ്ധതിയിട്ടത്. എന്തായാലും ആ പദ്ധതിയൊക്കെ പാടെ പൊളിഞ്ഞു. അതിനുശേഷം വീണ്ടും ഈ മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ഫുട്ബോൾ ആരാധകരെ മാത്രമല്ല വഞ്ചിച്ചത്, ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളെ ഒന്നാകെ വഞ്ചിച്ച ഒരു നിലപാടായിരുന്നു ആൻഡോ അഗസ്റ്റിൻ്റേത്. ഒപ്പം തന്നെ ഇവിടുത്തെ പല കോണുകളിൽ നിന്നും, അതായത് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പല കോണുകളിൽ നിന്നും ഇതിൽ കള്ളപ്പണ ഇടപാടുകൾ അടക്കം നടത്തിയിട്ടുണ്ട് എന്നുള്ള ആരോപണം ശക്തമായിരുന്നു. അന്ന് ഈ 2023 സംസ്ഥാന സർക്കാരിനെ ഈ മെസ്സി വരുമെന്ന് അറിയിച്ചത് ഗോട്ടാൻ ഗ്ലോബൽ എന്ന ഒരു സ്വകാര്യ സ്ഥാപനമായിരുന്നു. ഈ സ്വകാര്യ സ്ഥാപനവുമായി ആൻഡോ അഗസ്റ്റിന് ഏത് തരത്തിലുള്ള ഇടപാടാണ് ഉണ്ടായിരുന്നതെന്ന് അടക്കം അന്വേഷിക്കാനുള്ള
തയ്യാറെടുപ്പിലാണ് ഇ ഡി. എന്തായാലും കള്ളപ്പണ ഇടപാടുകളടക്കം ഇതിൽ നടന്നിട്ടുണ്ട്. ഇതിൽ വലിയ തിരിമറികൾ നടന്നിട്ടുണ്ട്. മെസ്സിയെ കൊണ്ടുവരാനെന്നുള്ള പേരിലും അർജന്റീനൻ സൗഹൃദ മത്സരത്തിൻ്റെയൊക്കെ പേരിലും വലിയ തരത്തിലുള്ള ക്രമക്കേടുകൾ ആൻഡോ അഗസ്റ്റിൻ നടത്തിയിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങളൊക്കെ തന്നെയാണ് ശക്തമായിരിക്കുന്നത്. എന്തായാലും ഈ കലൂർ സ്റ്റേഡിയത്തിൻ്റെ നവീകരണ പ്രവർത്തനവും ഒപ്പം മെസ്സിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ ആ കാര്യങ്ങളും ഒപ്പം അർജന്റീന സൗഹൃദ മത്സരത്തിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ അന്വേഷണം വേണമെന്ന് തന്നെയാണ് വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്ന ആവശ്യം. കൃഷ്ണരാജ്.